അപ്പൊ ഇന്നലെ വീട്ടിൽ പോയിട്ട് ബേബി ഷാമിലി പ്രാക്ടീസ് ചെയ്തോ? ഉണ്ടോ? ഇന്നും ഇന്നലെയും ചെയ്തില്ല പ്രാക്ടീസ്. ജാൻവി ചെയ്തോ? ഉണ്ടോ? കുറച്ച് ജാൻവി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബേബി ഷാമിലി ഇന്നലെ എന്താ ചെയ്തിട്ടില്ല. എന്ത് പറ്റി ചെയ്യാതിരിക്കാൻ കാരണം എന്താ? ഉറക്കം വന്നോ അവിടെ വീട്ടിൽ പോയിട്ട്? ചെയ്യാതിരിക്കാൻ എന്താ കാരണം? പടപടാന്ന് സംസാരിക്കണം പറഞ്ഞിട്ട് പിന്നെന്താ സംസാരിക്കാത്ത? ഉറക്കം വന്നതാണോ? ടയേർഡായിട്ട് ഉറക്കം വന്നു. അപ്പൊ വായ കൊണ്ട് സംസാരിക്കണം. ടയേർഡായിട്ട് ബേബി ഷാമിലിക്ക് ഉറക്കം വന്നു, അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്തില്ല അല്ലേ? ആണ്ടോ? പിന്നെ ഞാൻ ബേബി ഷാമിലി ചീത്ത പറയാറുണ്ടോ? ആണ്ടോ? ചീത്തയെ പറയാറില്ല. പക്ഷെ കമന്റ് വന്നിട്ട് സാർ എന്തിനാ ബേബി ഷാമിലിന് ഇങ്ങനെ ചീത്ത പറയണ്? ബേബി ഷാമിലിന് ഞാൻ ചീത്തയെ പറയാറില്ല അല്ലെ? ബേബി ഷാമിലി നല്ല കുട്ടിയാണ്. ജാൻവിനെ പിന്നെ ചീത്ത പറയാറില്ല. ജാൻവി പിന്നെ പടപടാന്ന് സംസാരിക്കും അല്ലേ ജാൻവി? ആ, ബേബി ഷാമിലി സംസാരിക്കുമല്ലോ നല്ലോണം. എന്ത് പറ്റി? ഇന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്? ബുദ്ധിമുട്ടൊന്നുമില്ല. പടപടാന്ന് സംസാരിക്കാൻ പറഞ്ഞു അമ്മ. അച്ഛനും പറഞ്ഞു പടപടാന്ന് സംസാരിക്കണമെന്ന്. പറഞ്ഞു നിൽക്കരുതെന്നും പറഞ്ഞു അല്ലേ? പിന്നെന്താ പിന്നെ നമ്മൾ സംസാരിക്കാത്തത്? നിങ്ങൾ രണ്ടാം കൂടി വിശേഷങ്ങൾ, ക്ലാസ്സിൽ വിശേഷങ്ങളൊക്കെ സംസാരിക്കുമോ? നിങ്ങൾ ഒരുമിച്ചല്ലേ പഠിക്കണം? ജാൻവിയും അതുപോലെ തന്നെ ബേബി ഷാമിലിയും ഒരേ ക്ലാസ്മേറ്റ് ആണ്. അപ്പൊ നിങ്ങൾ കളിക്കോ, സ്നാക്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യോ ഒക്കെ ചെയ്യോ? ലഞ്ചൊക്കെ ഷെയർ ചെയ്യോ? കറിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യോ? ബേബി ഷാമിലി കാണില്ല. ഷെയർ ചെയ്യോ? ലഞ്ചൊന്നും ഷെയർ ചെയ്യില്ല. സ്നാക്സ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് അല്ലേ? പക്ഷെ ലഞ്ച് ഷെയർ ചെയ്യില്ല. ഷെയർ ചെയ്യില്ലല്ലോ? അങ്ങനെ. അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്യാത്ത കുട്ടികളാണ്. വീട്ടിൽ പോയിട്ട് ഡാൻസ് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യണം? സ്കൂളിൽ നിങ്ങൾ എങ്ങനെ പഠിക്കുന്നത് അതേപോലെ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം? ഡാൻസ് നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താലേ നമ്മൾക്ക് എന്ത് ചെയ്യാ? സ്റ്റേജിലൊക്കെ പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? മനസ്സിലായോ ഇല്ലയോ? ഓ